സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടെ സംസ്ഥാന സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് വെറ്റിനറി സർവകലാശാലയിൽ അധിക അധ്യാപക തസ്തികകൾ പുതുതായി സൃഷ്ടിച്ചത് സംബന്ധിച്ച രേഖകൾ പുറത്തായി. അധ്യാപക നിയമനങ്ങൾ നടത്തിയില്ലെങ്കിൽ സർവകലാശാലയുടെ കോഴ്സുകൾക്കുള്ള അംഗീകാരം നഷ്ടപ്പെടുമെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയാണ് പുതിയ തസ്തികയെ അനുവദിപ്പിച്ചത്. വിസിയുടെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടുമുൻപ് 159 അധ്യാപക നിയമനങ്ങൾ നടത്താനാണ് സർവകലാശാലയിലെ ഉന്നതരുടെ നീക്കം. 2021 മാർച്ച് മുതൽ 2026 വരെ ICARന്റെ അംഗീകാരം സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് നിലവിലെ വിസി എല്ലാ അധ്യാപന വകുപ്പുകൾക്കും അയച്ച കത്താണ് ഇപ്പോൾ പുറത്തായത്. നിലവിലുള്ള എല്ലാ പഠന വകുപ്പുകളും കോളേജുകളും പരിശോധിച്ച ശേഷമാണ് ICAR 5 വർഷക്കാലത്തേക്കുള്ള അംഗീകാരം സർവകലാശാലയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇക്കാര്യം മറച്ചുവെച്ചാണ് സർവകലാശാല സർക്കാരിനെ കൊണ്ട് തിരക്കിട്ട് പുതിയ തസ്തികകൾ സൃഷ്ടിപ്പിച്ചത്. കൂടുതൽ അധ്യാപകരെ നിയമിച്ചില്ലെങ്കിൽ സർവകലാശാല നൽകുന്ന ബിരുദങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രോ ചാൻസലർ കൂടിയായ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെ സമ്മർദ്ദത്തിലാക്കിയതായും ആക്ഷേപമുണ്ട്. UGC നിബന്ധന പ്രകാരം ഇപ്പോൾ തന്നെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കൂടുതലായുണ്ട്. ഇപ്പോൾ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന സർവകലാശാല പുതുതായി 189 അധ്യാപക നിയമനങ്ങൾ കൂടി നടത്തുന്നതോടെ ശമ്പളവും പെൻഷൻ ആനുകൂല്യങ്ങളും ഗവേഷണ പ്രവർത്തനങ്ങളും മുടങ്ങും. സംവരണം നടപ്പാക്കിയിട്ടില്ലാത്ത സർവകലാശാലയിൽ അതിനുവേണ്ട നിയമനിർമ്മാണം പോലും നടത്താൻ തയ്യാറാവാതെയാണ് തിരക്കിട്ട നിയമനങ്ങൾ നടത്തുന്നത്. സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് അധ്യാപക തസ്തികകൾ അനുവദിപ്പിച്ച വൈസ് ചാൻസലറെ മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ സർക്കാർ തന്നെ നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി.